ഹലോ ഗൈസ്, ജീനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പഴം പ്രഥമൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് പഴങ്ങൾ, നന്നായി പഴുത്ത പഴങ്ങൾ ആവിയേറ്റിയെടുക്കണം. ഇതിന് ശേഷം അത് തോല് കളഞ്ഞിട്ട് മിക്സിയിൽ അരച്ച് വയ്ക്കുക. ഇതിന് ശേഷം ഒരു ചുവട് കട്ടിയുള്ള പാത്രം, ഉരുളിയോ എന്തായാലും കുഴപ്പമില്ല, കുറച്ച് കട്ടിയുള്ള പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് പഴം അരച്ച് വെച്ചത് നേരെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ടാം പാലാണ് ഫസ്റ്റ് ചേർക്കേണ്ടത്. രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. കട്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, കട്ട പിടിക്കലൊന്നും പാടില്ല. നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് ഇളക്കി ഒന്ന് കുറുക്കി വരുന്ന പാകത്തിൽ ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ശർക്കരപ്പാവാണ് ചേർക്കേണ്ടത്. ശർക്കരപ്പാവ് നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയിട്ട് നന്നായി അരിച്ചെടുത്തിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായി തന്നെ ചേർത്ത് കട്ടയില്ലാതെ ഇളക്കി കൊടുത്ത് നല്ല യോജിപ്പിച്ചെടുക്കണം. അതൊന്ന് പഴമൊന്ന് കുറുകി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് ഏലക്കായും പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം അതിലേക്ക് ഒന്നാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. അത് തിള വരേണ്ട ആവശ്യമില്ല, അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഇറക്കി വയ്ക്കുക. നന്നായി തന്നെ ചേർത്ത് നല്ല പരുവാകുമ്പോൾ മാത്രം ഇളക്കി യോജിപ്പിച്ച് തിള വരുന്നതിന് മുമ്പായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നല്ലൊരു ചട്ടി വയ്ക്കുക. അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്തും ചേർത്തിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുത്ത് ഒരു ബ്രൗൺ വരുന്ന രീതിയിലാക്കിയിട്ട് ഇളക്കിയിട്ട് നേരെ നമ്മളെ പഴം പ്രഥമനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ പഴം പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം. പഴത്തിനൊക്കെ നല്ല വില കുറവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.